ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു റാൻഡം വീഡിയോ ആണ്. എല്ലാ 2 വീക്സ് കൂടുമ്പോഴും അനന്തു എൻ്റെ അടുത്തോട്ട് വരുമെങ്കിലും ഇതുവരെ ഞങ്ങൾ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ അതിനുള്ള ടൈം കിട്ടാറില്ല. ഇത്തവണ അവനൊരു 3-4 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. സോ ഇത്തവണ ഒരു വീഡിയോ എങ്കിലും എടുക്കണമെന്ന് ഞാൻ നേരത്തെ വിചാരിച്ചതായിരുന്നു. എപ്പോൾ അവൻ വന്നാലും ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങാറുണ്ട്. സത്യം പറഞ്ഞാൽ അപ്പോൾ ആണ് ഞാൻ കുറച്ച് അധികം നടക്കുന്നത്. ഇന്നിറങ്ങിയപ്പോൾ എന്നത്തേലും വ്യത്യസ്തമായിട്ട് മാങ്ങ പൊട്ടിച്ചാലോ എന്നൊരു തോന്നൽ. ഈ മാങ്ങയുടെ ഞെട്ടിനാണെങ്കിൽ നല്ല കട്ടിയാണ്. അതുകൊണ്ട് തന്നെ എറിഞ്ഞു വീഴ്ത്താൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. ആദ്യത്തെ അറ്റംപ്റ്റൊക്കെ ഫെയിലായപ്പോൾ ഞാൻ അവനെ നല്ല രീതിക്ക് കളിയാക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും കല്ലും വടിയൊക്കെ മാങ്ങയിൽ തട്ടുന്നുണ്ടെങ്കിലും സംഭവം ഇങ്ങോട്ട് താഴോട്ട് വീഴുന്നില്ല. എൻ്റെ കളിയാക്കൽ കൂടിക്കൂടി വന്നപ്പോൾ ആൾക്ക് ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ കൂടിക്കൂടി വന്നു. എന്തായാലും ഇത്തവണ എറിഞ്ഞ് വീഴ്ത്തിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ കമ്പൊടിച്ച് വന്നേക്കുന്നത്. നല്ല ദേഷ്യത്തിലാണ്. അതുകൊണ്ട് തന്നെ എറിഞ്ഞ 2 ഏറും കറക്റ്റായിട്ട് കൊണ്ടിട്ടുണ്ട്. 2 തവണ എറിഞ്ഞപ്പോഴും മാങ്ങ വീണിട്ടുമുണ്ട്. ആൾക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. സംഭവം ഒത്തിരി തവണ എറിഞ്ഞെങ്കിലും ഇത്രയും ഡിഫിക്കൽട്ടാണ് ഇതൊന്ന് താഴോട്ട് വീഴാമെന്ന് ആളും അറിഞ്ഞിട്ടില്ലായിരുന്നു. ആദ്യം തൊട്ടേ ഞാൻ പറയുന്നുണ്ട് അതിന് നെറ്റിന് ഭയങ്കര കട്ടിയാണ്, എറിഞ്ഞ് വീഴ്ത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്. ഒത്തിരി ഏറെ അതുമ്പോൾ കൊണ്ടെങ്കിലും ആ മാങ്ങ അവിടെ കിടന്ന് ആടുക എന്നല്ലാതെ താഴോട്ട് വരുന്നില്ലായിരുന്നു. ദേഷ്യം വന്നപ്പോഴാണ് 2 തവണ എറിഞ്ഞതും സക്സസ് ആയത്. ഇനിയിപ്പോൾ ഈ മാങ്ങയും പിടിച്ച് എങ്ങനെയാണ് നടക്കാൻ ഇറങ്ങുന്നത്? ഇത്തവണയാണെങ്കിൽ ഞാൻ നിങ്ങളെ വേറൊരു സ്പോട്ട് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നും കാണിക്കുന്ന ആ ഒരു ഭാഗമല്ല. അപ്പോൾ പിന്നെ കിട്ടിയ മാങ്ങയും കൊണ്ട് നേരെ വീട്ടിലോട്ട് വന്നു. ഇനി ഉപ്പും മുളകും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കഴിച്ച് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നടക്കാൻ ഇറങ്ങാമെന്ന് കരുതി. ഈ മാങ്ങ നല്ല ടേസ്റ്റാണ്. പച്ചയായിരിക്കുമ്പോൾ ഭയങ്കര കയ്പ്പാണ്, നല്ല ചെറുതിൽ. പക്ഷേ കുറച്ചൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഉപ്പും മുളകും വെളിച്ചെണ്ണയും ഒന്നും ആവശ്യമില്ല. അധികം കയ്പ്പൊന്നും ഇല്ലാതെ നല്ല കട്ടിയുള്ള ഒരു തരം മാങ്ങയാണ്. പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, ഭയങ്കര ടേസ്റ്റാണ്. കൂടുതലും ഇത് കച്ചവടക്കാർ വന്ന് വില കണ്ട് അങ്ങനെ കൊണ്ടുപോകാറാണ് സാധാരണ പതിവ്. ഇത്തവണ പിന്നെ ഉണ്ടായേക്കുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായതുകൊണ്ട് കൊടുത്തിട്ടില്ല. ഞങ്ങൾ എന്തായാലും നാട്ടുവർത്താനം വീട്ടുവർത്താനം ഒക്കെ പറഞ്ഞ് ഒരു മാങ്ങ ഒറ്റ ഇരിപ്പിൽ തന്നെ അങ്ങ് കഴിച്ചു തീർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു ഇങ്ങനെ കഴിക്കാനായിട്ട്. ഈ മാങ്ങ ഉണ്ടായതിൽ പിന്നെ ഞാൻ ഇപ്പോഴാണ് ഇതൊന്ന് പച്ചയ്ക്ക് കഴിക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ട്രിപ്പ് നടക്കാൻ ഇറങ്ങാലോ എന്ന് കരുതിയപ്പോഴാണ് അടുത്ത വീട്ടിൽ നിന്ന് ഈ മിറാക്കിൾ ഫ്രൂട്ട് കിട്ടിയത്. ഒരു തവണ ഞാനിത് കഴിച്ചിട്ട് വീഡിയോ ഓൾറെഡി ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അന്ന് തൊട്ട് ഇവൻ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ കിട്ടിയപ്പോൾ അതിലില്ലാത്തത് കൊണ്ട് പറ്റിയില്ല. അപ്പോൾ ഇത്തവണ കിട്ടിയതുകൊണ്ട് ഞാൻ കൈയോടെ കൊടുക്കുകയാണ്. അതിൽ 2 അവന് കൊടുത്തിട്ടുണ്ട്. 1 അമ്മയ്ക്ക് കൊടുത്തപ്പോൾ അമ്മ വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് 3 ആൾക്ക് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇരുമ്പാമ്പുളിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് അത് പൊട്ടിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ നല്ല എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് അവൻ്റെ എക്സ്പ്രഷൻ കാണാനായിട്ട്. പക്ഷെ പ്രതീക്ഷിച്ചൊരു എക്സ്പ്രഷൻ എനിക്ക് അവനിൽ നിന്നും കിട്ടിയില്ല. കടിക്ക് പിന്നെ പിന്നെ അവന് കഴിച്ചപ്പോൾ ഇരുമ്പാമ്പുളിയുടെ ആ കുത്തല് കിട്ടുന്നുണ്ട്. വലിയ മധുരമൊന്നുമില്ല, ഞാൻ പ്രതീക്ഷിച്ച അത്രയും മധുരമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ആദ്യം 2 കൊടുത്തിട്ടാണ് ഫസ്റ്റ് ആ ഇരുമ്പാമ്പുളി കഴിച്ചത്. അപ്പോൾ ബാലൻസ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന 1 കൂടെ ഞാൻ കൊടുത്തു. എങ്ങനെയെങ്കിലും മധുരം ഉണ്ട് എന്ന് പറയിപ്പിക്കലായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, രണ്ടാമതും ആ 3 മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ടും അവന് വലിയ രീതിക്ക് അതിനകത്തുനിന്ന് ഒരു മധുരം കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ പറയുന്നുണ്ടായി അതിൻ്റെ ആ ഇരുമ്പമ്പുളിയുടെ ജ്യൂസിനൊരു മധുരമുണ്ട്, പക്ഷെ ഇരുമ്പമ്പുളി ആണെന്നുള്ളതിൻ്റെ കുത്തലുണ്ടെന്ന്. അതെന്താണെന്ന് എനിക്കും മനസ്സിലായില്ല. ഇനിയിപ്പോൾ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ച ഉടനെ തന്നെ ഇത് കഴിച്ചതുകൊണ്ടാണോ എന്നും അറിയില്ല. പക്ഷെ ഞാനും അന്ന് അങ്ങനെയായിരുന്നു കഴിച്ചത്. എനിക്ക് നല്ല മധുരമാണ് ഫീൽ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ പറഞ്ഞ് വീണ്ടും നടക്കാൻ ഇറങ്ങി. സാധാരണ ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം നമ്മുടെ ആ ഒരു ഭാഗമാണ് കാണിക്കാറ്, ഞങ്ങളുടെ ആ ഒരു പുഴയുടെ സൈഡാണ് കാണിക്കാറ്. ഇത്തവണ ഞാൻ കുറച്ച് അപ്പുറത്തേക്ക് പോവാമെന്ന് കരുതി. അവിടെ കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഏതാനും വർഷങ്ങളായിട്ടുണ്ട്. ഒത്തിരി ചേഞ്ചസ് ഉണ്ട് ഇവിടെ. അതൊക്കെ ഞാൻ ഓരോന്ന് പറഞ്ഞ് അവനെ കാണിച്ചു കൊടുക്കുമായിരുന്നു. ഈ സ്പോട്ടിൽ നിന്ന് മീൻ പിടിച്ചിട്ട് പണ്ട് അമ്മയുടെ നിന്ന് ഒത്തിരി അടിയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പൂ പറിക്കാനാണെന്നും പറഞ്ഞ് ഞങ്ങൾ കസിൻസും ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഈ ഒരു ഏരിയയിലേക്ക് പണ്ടൊക്കെ വരുമായിരുന്നു, കുഞ്ഞു കുട്ടികളായിരുന്ന സമയത്ത്. പൂ പറിക്കൽ അവിടെ ഒരു സൈഡിൽ നടക്കുമെങ്കിലും പോവാൻ നേരത്ത് ഒരു കവർ മീനൊക്കെ ആയിട്ടാണ് പോവുക. ഇവിടെ വന്ന് ചൂണ്ടയൊക്കെ ഇട്ടിട്ട് അതിനൊക്കെ ഒത്തിരി അടി കിട്ടിയിട്ടുണ്ട്. അതൊക്കെയാണ് ഞാനിപ്പോൾ ചൂണ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മതിലൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഇല്ല.
അതുപോലെ ഈ മതിലിൻ്റെ അപ്പുറത്തെ സൈഡിൽ പറവണ്ണ എന്ന് പറഞ്ഞൊരു വീടുണ്ടായിരുന്നു. അത് അവരുടെ ഹൗസ് നെയിം ആണെന്നാണ് തോന്നുന്നത്. പണ്ട് അച്ഛമ്മയൊക്കെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒടിയനുണ്ട്, പ്രേതമുണ്ട്, ഒരാൾ തൂങ്ങി മരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കുമായിരുന്നു. ആ വീട് കാണാനായിട്ടാണ് ഞാൻ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ മതിലൊക്കെ കണ്ടിട്ട് എനിക്ക് ഏരിയ പോലും മനസ്സിലാവുന്നില്ല. എന്തോരം ചേഞ്ചസ് ആണ് ഓരോരോ സ്ഥലത്തേന്ന് വന്നേക്കുന്നത്. തൊട്ട് മുന്നേ കണ്ട ആ കാഴ്ചയൊക്കെ ഇവിടെ സ്ഥിരം കാഴ്ചയാണ്. ഏറെക്കുറെ എല്ലാവരുടെ വീട്ടിലും പശുക്കളും പോത്തുകളും എരുമകളൊക്കെ ഉണ്ട്. മെയിനായിട്ട് അത് ഇവിടുത്തെ ഒരു വരുമാന മാർഗം തന്നെയാണെന്ന് പറയാം. സ്വന്തമായിട്ട് ഫാമൊക്കെ ഉള്ളവരാണ് ഏറെക്കുറെ ഈ ഭാഗത്തുള്ള എല്ലാവരും. സത്യം പറഞ്ഞാൽ എന്തൊരു ഭംഗിയാണല്ലേ ഈ ഒരു ഭാഗം കാണാനായിട്ട്. ഇനി ഞാൻ എന്നും കാണാത്തത് കൊണ്ടാണോ എന്നറിയില്ല, പക്ഷെ അനന്ത് പറയണത് ഇതിലും ഭംഗി ഞങ്ങളുടെ ആ ഒരു ഫ്രണ്ട് സൈഡ് തന്നെയാണെന്നാണ്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഭംഗി തോന്നിയത് ഈ ഒരു ഏരിയയാണ്. അതെപ്പോഴും വരുന്നില്ലല്ലോ. അത് മാത്രമല്ല, ഇപ്പം ഈ ഒരു സ്ഥലമൊക്കെ കണ്ടിട്ട് ഒത്തിരി നാളായിട്ടുണ്ട് ഞാൻ തന്നെ. ഈ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ നല്ല രീതിക്ക് വിജയിക്കുന്ന ഒരു ബിസിനസ്സാണ് ഇതുപോലെ നേരത്തെ കണ്ട ആ പോത്തും പശുവും എരുമയൊക്കെ. കാരണം പുഴ തൊട്ടടുത്തായതുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറക്കി വിട്ടാൽ ആവശ്യത്തിന് വെള്ളവും ഭക്ഷണമൊക്കെ കഴിച്ച് അവർ ഈവനിങ് കയറി വന്നോളും. ചിലതൊന്നും കയറി വരാറേ ഇല്ല. കൂട്ടിക്കൊണ്ട് പോകാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികളായിട്ടൊക്കെയാണ് തിരിച്ചു കിട്ടുക. അങ്ങനെ ഞങ്ങൾ കഥകളൊക്കെ പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോണ വഴിക്കാണ് ഇതുപോലെ ഒരു തെങ്ങ് മറിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ അവൻ അതിലൂടെ ജസ്റ്റ് ഒന്ന് നടന്നു നോക്കുകയാണ്. നടക്കുമ്പോൾ ചെറിയ എന്തൊക്കെയോ പൊളിയണ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. സംഗതി അതിൻ്റെ ആ തോലിളകി വരുന്നതാന്ന് തോന്നുന്നത്. തെങ്ങ് നല്ല സ്ട്രോങ് ആയതുകൊണ്ട് ഒത്തിരി കാലം ഇതുപോലെ പഴങ്ങാതെ കിടക്കുമല്ലോ. അവൻ ഇറങ്ങിപ്പോണത് കണ്ടിട്ട് എനിക്ക് ചെറിയ പേടി തോന്നുന്നുണ്ടെങ്കിലും ആള് കൂളായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് തിരിച്ചു കയറി വന്നിട്ടുണ്ട്. അതും ഞാൻ ഒത്തിരി വിളിച്ചതിന് ശേഷമാണ് തിരിച്ചു കയറി വന്നേക്കുന്നത്. അങ്ങനെ ഞങ്ങളിതാ ഈ ഒരു വാക്ക് ഇവിടെ അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷെ എനിക്ക് പറവണ്ണയുടെ ആ വീട് കാണാത്തതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. അതൊക്കെ ഇടിച്ച് പരത്തി നിരപ്പാക്കി എന്നാണ് തോന്നുന്നത്. വിഷു അടുത്ത മാസമാണെങ്കിലും കണിക്കൊന്നൊക്കെ ഇവിടെ പൂവിട്ടിട്ടുണ്ട്. ഇനി എന്തായാലും വിഷുവിൻ്റെ സമയത്ത് ഒരു കണിക്കൊന്ന കിട്ടണമെങ്കിൽ പൈസ കൊടുത്ത് തന്നെ വാങ്ങിക്കേണ്ടി വരും. ഒത്തിരി നാൾക്ക് ശേഷം ഇങ്ങോട്ടേക്കൊക്കെ വന്നപ്പോൾ ഒത്തിരി പഴയ ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് ഓടി വന്നു. എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, ടാറ്റ.